കോട്ടയ്ക്കൽ കോൽക്കളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 37 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി ഒളകര ആയിഷക്കുട്ടിക്ക് ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് നൽകി. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിൽ നിന്നും 37 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി ഒളകര ആയിഷക്കുട്ടിക്കാണ് സ്നേഹാദരവ് നൽകിയത്. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ഒരു സ്ഥാപനത്തിൽ 37 കൊല്ലകാലം സെക്രട്ടറി സ്ഥാനത്ത് ഒരാൾക്ക് ഇരിക്കാൻ കഴിയുക എന്നുള്ളത് സാധാരണ നമ്മൾ കേൾക്കുന്നതല്ല. വളരെ അപൂർവമായിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് തെളിയിക്കുന്നത് ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വളരെ ആത്മാർത്ഥമായി സത്യസന്ധതയോടുകൂടി അവിടെ വരുന്ന ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിർവഹിച്ചു കൊടുക്കാനും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾ. അത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ബാങ്ക് പ്രസിഡന്റ് KU മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി. മുൻ MLA KNA ഖാദർ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് സെക്രട്ടറി MT ഷാജഹാൻ സ്വാഗതം ആശംസിച്ചു. കോട്ടയം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ വളർച്ചയിലും ഉയർച്ചയിലും അതാത് കാലത്തെ ഭരണസമിതിയോടൊപ്പം ചേർന്ന് ബാങ്കിനെ ഇന്നത്തെ നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു നെടുംതൂണായി പ്രവർത്തിച്ച സെക്രട്ടറിയാണ് ഏപ്രിൽ മാസത്തിൽ റിട്ടയർമെന്റ് ചെയ്തത്. 120 കോടിയിലധികം നിക്ഷേപവും 100 കോടിയോളം രൂപ വായ്പ ഔട്ട്സ്റ്റാൻഡിങ്ങുമുള്ള ജില്ലയിലെ തന്നെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ന് കോൽക്കളം സർവീസ് സഹകരണ ബാങ്ക്. വിവിധ ഭാരവാഹികളായ VP അനിൽകുമാർ, സുരേന്ദ്രൻ ചെമ്പ്ര, L പ്രിയ, PT സ്വാമിദാസ്, T സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സഹകരണ ബാങ്ക് അധ്യക്ഷരായ പാലോളി അബ്ദുറഹ്മാൻ, CK അബ്ദുറസാഖ്, PP മൊയ്തീൻകുട്ടി, PK മുഹമ്മദ് ബഷീർ എന്നിവരും രാഷ്ട്രീയ പ്രവർത്തകരായ K മജ്നു, മധുസൂദനൻ കാടാമ്പുഴ, PP മുഹമ്മദ്, K പത്മനാഭൻ, MA സലീം, MC ഉണ്ണികൃഷ്ണൻ എന്നിവരും ആയിഷക്കുട്ടിക്ക് ആശംസകൾ നേർന്നു. ബാങ്ക് സെക്രട്ടറിയുടെ യാത്രയപ്പാണ് ഈ കാണുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇന്നൊരു അത്ഭുതകരമായ കാര്യമാണ്. വലിയ ദീർഘകാലം സ്കൂൾ അധ്യാപകരൊക്കെയായി പിരിയുമ്പോഴാണ് വലിയൊരു യാത്രയപ്പൊക്കെ ഉണ്ടാകാറ്. ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും പിരിയുമ്പോൾ ബാങ്കിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ജീവനക്കാരൊരു ചായയും കുടിച്ച് ഭരണസമിതി അംഗങ്ങൾ നല്ലൊരു വാക്കും പറഞ്ഞ് അങ്ങനെ പോകലാണ് സാധാരണ പതിവ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇതുപോലൊരു യാത്രയപ്പ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് തന്നെ സെക്രട്ടറിയുടെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് ഈ യാത്രയപ്പ് സമ്മേളനം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.